ക്വാളിറ്റി അഷ്വറൻസ് ഇൻ അനലിറ്റിക്കൽ ഫേസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അനലിറ്റിക്കൽ ഫേസിലെ ക്വാളിറ്റി അഷ്വറൻസിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ടും അതിൽ ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോൾ സാമ്പിൾസ് അത് നമ്മൾ എവറി ഡേ നമ്മുടെ മെഷീനിൽ റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് വേണ്ടത്ര കൃത്യമായിട്ട് അറിയില്ല. ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ ആക്ടിവിറ്റി ഓഫ് എ ലബോറട്ടറി ടു എൻഷുർ ദ റിലയബിലിറ്റി ഓഫ് ടെസ്റ്റ് റിസൾട്ട്സ് ടു ഇൻക്രീസ് ആക്യുറസി, റിപ്രൊഡ്യൂസിബിലിറ്റി ആൻഡ് ലബോറട്ടറി ടു ലബോറട്ടറി comparability. Quality assurance system depends upon three factors: pre-analytical factors, analytical factors and post-analytical factors. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലി അനലിറ്റിക്കൽ ഫാക്ടേഴ്സ് മാത്രമാണ്. ഇനി ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോൾ, അതായത് നമുക്കറിയാം ദ മോണിറ്ററിംഗ് ഓഫ് എക്യുപ്മെൻറ്റ് ടു എൻഷുർ പെർഫോമൻസ് അറ്റ് എ സെറ്റ് ലെവൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ദാറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ഇൻക്യുബേറ്റേഴ്സ്, accuracy of pipette, environmental condition are all measured and recorded at regular intervals. അപ്പോൾ ഇതെല്ലാം മെഷർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതിനെ മോണിറ്റർ ചെയ്യാനും ഈ ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോള് നമ്മളെ സഹായിക്കും. ഇൻറ്റേർണൽ ക്വാളിറ്റി കൺട്രോളിൽ വരുന്നതാണ് ക്വാളിറ്റി കൺട്രോൾ ചാർട്ട്. ക്വാളിറ്റി കൺട്രോൾ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വെദർ എ ഫേംസ് പ്രോഡക്ട്സ് ഓർ പ്രോസസ് ആർ മീറ്റിംഗ് ദെയർ ഇൻറ്റൻഡഡ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലെവി ജെനിങ് ചാർട്ടാണ്. ഈ ലെവി ജെനിങ് ചാർട്ടിൻ്റെ തിയററ്റിക്കൽ ബേസിസ് നമ്മൾ പറയുമ്പോൾ അതിന് ഒരു സെൻട്രൽ ലൈൻ ഉണ്ടായിരിക്കും ഈ കൺട്രോൾ ചാർട്ടിന്. ദെൻ ഒരു അപ്പർ കൺട്രോൾ ലിമിറ്റ് ഉണ്ട്, ലോവർ കൺട്രോൾ ലിമിറ്റ് ഉണ്ടായിരിക്കും. Levy Jennings chart. These charts are often used in laboratories, particularly in the healthcare industry, to ensure the test method are stable or accurate. അപ്പോൾ ഈ ലെവി ജെനിങ് ചാർട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിയ വാല്യൂസിനെ പ്ലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാർട്ട് ഇതിലെ നമ്മുടെ വാല്യൂ അക്സെപ്റ്റബിൾ ആണോ, നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. A control is selected for a lab test. In most cases, the control has known true value. നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുന്ന കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ട്രൂ വാല്യൂ ആണ്. ആ ട്രൂ വാല്യൂവിനെ നമ്മളൊരു റെഗുലർ ബേസിസിൽ റൺ ചെയ്യുക ചെയ്യണേ. ഈച്ച് ഷിഫ്റ്റിലാവാം, ഡെയിലി ആവാം, ബിഫോർ ഈച്ച് ലാബ് ടെസ്റ്റ് സ്റ്റാർട്ട്സ്. ഈച്ച് കൺട്രോൾ റിസൾട്ട് ഈസ് പ്ലോട്ടഡ് ഓൺ ദ ചാർട്ട്. ദ കാൽക്കുലേറ്റഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് യൂസ്ഡ് ടു സെറ്റ് ദ കൺട്രോൾ ലിമിറ്റ്. Special rules called the Westgard rules are used to interpret the Levy Jennings chart. ഈ ലെവി ജെനിങ് LJ ചാർട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ പ്രത്യേക റൂളിനെയാണ് വെസ്റ്റ്ഗാർഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ LJ ചാർട്ടിന് എക്സാമ്പിൾ, ഒരു ലാബ് റൺ കൊളസ്ട്രോൾ ടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി റൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാല്യൂ 250 mg/dL ആണ്. 30 ഡേയ്സ് ഡാറ്റ ഉണ്ട് അതിൻ്റെ. അപ്പോൾ 30 ഡേയ്സ് ഡാറ്റയും പ്ലോട്ട് ചെയ്യുമ്പോൾ, ഓരോ ദിവസവും അത് പ്ലോട്ട് ചെയ്യുമ്പോൾ അതിൽ പല പല വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം അതിനൊരു റെഫറൻസ് റേഞ്ച് ഉണ്ടായിരിക്കും. ആ റേഞ്ചിൽ പെട്ട പല വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ വാല്യൂസിനെ നമ്മൾ ഓരോ ദിവസവും പ്ലോട്ട് ചെയ്ത് വരുമ്പോൾ ഈ വാല്യൂ എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ സെൻട്രൽ പോയിന്റിൽ, അതായത് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് മീൻ വാല്യൂ ആണ്, അതാണ് ആക്യുറേറ്റ് വാല്യൂ. പക്ഷേ +1 SD എന്ന് പറയുന്ന മോളിൽ അതിൻ്റെ തൊട്ട് താഴെ -1 SD, അതായത് +1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, -1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, +or-2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, +or-3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. അപ്പോൾ ഏതിലാണെങ്കിലും, അതായത് 2 വരെയുള്ളതൊക്കെ നമുക്ക് വെസ്റ്റ്ഗാർഡ് റൂൾ അനുസരിച്ചിട്ട് ഏതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഏതൊക്കെ റിജക്റ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ടും വെസ്റ്റ്ഗാർഡ് റൂള് അനുസരിച്ചിട്ട് നമുക്ക് ഈ വാല്യൂ കാണുമ്പോൾ
തീരുമാനിക്കാനായിട്ട് പറ്റും. ഇത് ആ കൊളസ്ട്രോളിൻ്റെ വാല്യൂ പ്ലോട്ട് ചെയ്തേക്കാണ് LJ ചാർട്ടിൽ. ഒരു 30 ദിവസത്തെ വാല്യൂസ് 29 ദിവസത്തെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് വെസ്ഗാർഡ് മൾട്ടി റൂൾ സിസ്റ്റം? ഡെവലപ്ഡ് ബൈ ഡോക്ടർ ജെയിംസ് ഒ വെസ്ഗാർഡ് ബേസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്സ്. ചില സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തിട്ട് ജെയിംസ് ഒ വെസ്ഗാർഡ് എന്ന് പറയുന്ന ആൾ സെറ്റ് ചെയ്തൊരു മൾട്ടി റൂൾ സിസ്റ്റമാണ് വെസ്ഗാർഡ് റൂൾ സിസ്റ്റം. മൾട്ടി റൂൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് റൂളുണ്ട്, പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. നമ്മുടെ ലാബിന് വേണ്ടത് റൂൾ 1-2S വാർണിംഗ് റൂൾ. 1-2S control rule indicate one control result has exceed the established mean plus or minus 2SD range. അപ്പോൾ LJ ചാർട്ടിൽ ഒരു വാല്യൂ പ്ലസ് ഓർ മൈനസ് 2SD, ഇവിടെ നമുക്ക് കാണാം പ്ലസ് 2SDയുടെ മുകളിൽ റെഡ് കളറിലുള്ളത് ഔട്ടായേക്കാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യണത് ഇനാക്യുറസി ഓർ ഇംപ്രിസിഷൻ. This is a warning rule which does not indicate an out of control condition but is intended to initiate further testing. അതായത് ഇതൊരു വാർണിംഗ് റൂളാണ്. ഇത് നമ്മൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്, നമുക്ക് ആ മെഷീനിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല, പക്ഷേ ഇതൊരു വാർണിംഗ് റൂളാണ്. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇഫ് നോ അതർ കൺട്രോൾ റൂൾ ഈസ് വയലേറ്റഡ് ദെൻ ദ വാർണിംഗ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു നോർമൽ റാൻഡം എറർ. അതൊരു നോർമൽ റാൻഡം എററായിട്ട് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാം. പേഷ്യൻ്റ് റിസൾട്ട് ആ മെഷീനിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, പേഷ്യൻറ്റിൻ്റെ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ കറക്റ്റീവ് ആക്ഷൻ ഒരു വാല്യൂ മാത്രമേ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത്, ഇത് വാർണിംഗ് റൂൾ ആയതുകൊണ്ട് ഇവിടെ കറക്റ്റീവ് ആക്ഷൻ വേണ്ട. നോ കറക്റ്റീവ് ആക്ഷൻ ഈസ് റിക്വയർഡ്. ദ വാർണിംഗ് സജസ്റ്റ് എ സിസ്റ്റം എറർ, എ കോംപ്രഹെൻസീവ് ചെക്ക് ഓഫ് ദ റൊട്ടീൻ മെയിൻ്റനൻസ് ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ എക്യുപ്മെൻ്റ് ഒന്ന് ചെക്ക് ചെയ്യണം, അതിൻ്റെ റൊട്ടീൻ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ, വാഷിംഗ് ചെയ്തിട്ടുണ്ടോ, പ്രൈമിങ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. നെക്സ്റ്റ് റൂളാണ് 1-3S റിജക്ഷൻ റൂൾ. 1-3S കൺട്രോൾ റൂൾ ഇൻഡിക്കേറ്റ് വൺ കൺട്രോൾ റിസൾട്ട് ഹാസ് എക്സീഡഡ് ദ എസ്റ്റാബ്ലിഷ്ഡ് മീൻ പ്ലസ് ഓർ മൈനസ് 3SD റേഞ്ച്. ഇത് റിജക്ഷൻ റൂളാണ്. ഇവിടെ നമ്മൾ ആ വാല്യൂ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. വിച്ച് ഈസ് സെൻസിറ്റീവ് ടു റാൻഡം എറർ, ഇനാക്യുറസി ആൻഡ് ഇംപ്രിസിഷൻ. ഒരു വാല്യൂ പ്ലസ് 3SDയുടെ മുകളിൽ പോയിരിക്കുകയാണ്. ഇൻ്റർപ്രിട്ടേഷൻ വരുമ്പോൾ എക്സസീവ് റാൻഡം എറർ എക്സിസ്റ്റ്, ദ അനലൈസർ ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. ഈ മെഷീനിൽ പിന്നെ നമ്മൾ റൺ ചെയ്യാൻ പാടില്ല. പേഷ്യൻ്റ് റിസൾട്ട്സ് ആർ നോട്ട് അക്സെപ്റ്റബിൾ ആൻഡ് ഷുഡ് ബി റീ അനലൈസ്ഡ് ആഫ്റ്റർ കറക്റ്റീവ് ആക്ഷൻസ് ഹാവ് സോൾവ്ഡ് ദ പ്രോബ്ലം. ഇവിടെ കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒന്നും കൂടെ റീറൺ ചെയ്യുക ആ ക്വാളിറ്റി കൺട്രോൾ ലെവൽ. ശരിയല്ലാത്തത് പ്രോപ്പർ ടെക്നിക്കലി ഇൻക്യുബേഷൻ പ്രോപ്പറായിട്ട് ടെമ്പറേച്ചറിൽ വെച്ച് ഇൻക്യുബേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റഡ് ലെവൽ വിത്തിൻ പ്ലസ് ഓർ മൈനസ് 2SD റേഞ്ച് ആണെങ്കിൽ അത് പ്രോബ്ലം ഇല്ല, അത് റാൻഡം എററായിട്ട് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാം. റിപ്പീറ്റഡ് ലെവലും പ്ലസ് ഓർ മൈനസ് 2SD റേഞ്ച് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റീവ് ആക്ഷൻ നമുക്ക് എടുക്കണം. ആ എക്യുപ്മെൻറ്റിൽ നമ്മൾ റൺ ചെയ്യാൻ പാടില്ല. കോസസ് ഇതായിരിക്കാം. ഇംപ്രോപ്പർ സ്റ്റോറേജ് ടെമ്പറേച്ചർ ആവാം ഈ ക്വാളിറ്റി കൺട്രോൾ റിസൾട്ടിന് കാരണം. ഇംപ്രോപ്പർ സ്റ്റോറേജ് ടെമ്പറേച്ചർ, കറക്ഷൻ ഓഫ് ക്വാളിറ്റി കൺട്രോൾ റിസൾട്ട്. ഇംപ്രോപ്പർ ടെക്നിക് വെൻ ഹാൻഡ്ലിംഗ് ദ ക്വാളിറ്റി കൺട്രോൾ. നമ്മൾ ചെയ്തത് കറക്റ്റ് ആവാണ്ട് അതിൻ്റെ പ്രിപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും. ചേഞ്ച് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ബാച്ച്, ഇനാഡിക്വേറ്റ് മെയിൻ്റനൻസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ചിലപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രോബ്ലം ആവാം, വാഷിങ്ങും ക്ലീനിങ് പ്രൈമിങ്ങും ഒന്നും ശരിക്കും കൊടുക്കാതെ. അപ്പോൾ പല കാരണം കൊണ്ടാവാം. ഇനി അടുത്ത റിജക്ഷൻ റൂളാണ് 2-2S. അതിൽ കാണാൻ നമുക്ക് 2SDനെ എക്സീഡ് ചെയ്തിട്ട് 2 വാല്യൂ വന്നേക്കാണ് കോൺസിക്യൂട്ടീവ് റിസൾട്ട്. അപ്പോൾ ഒരു വാല്യൂ ഉള്ളെങ്കിൽ അത് വാർണിംഗ് ആണ്, വീണ്ടും പിറ്റേ ദിവസം അങ്ങനെ തന്നെ വരികയാണെങ്കിൽ റിജക്ഷൻ റൂളാണ്. ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു സിസ്റ്റമാറ്റിക് എറേഴ്സ്. സിസ്റ്റമാറ്റിക് എറർ എക്സിസ്റ്റ്, ദ അനലൈസർ ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ. ദിസ് മേ ബി ആൻ ഏർലി ഇൻഡിക്കേറ്റർ ഫോർ എ ഷിഫ്റ്റ് ഇൻ ദ മീൻ വാല്യൂ. Patient results are not acceptable and should be reanalyzed after corrective action has solved the problem. ഇവിടെ കറക്റ്റീവ് ആക്ഷൻ എടുക്കാവുന്നത് ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇംപ്രോപ്പർ ടെക്നിക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ എന്താ പറയുക ഡൈല്യൂഷനിൽ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്തപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇംപ്രോപ്പർ ടെക്നിക്കാണോ,
അത് when handling the quality control. ഇംപ്രോപ്പർ സ്റ്റോറേജ് ടെമ്പറേച്ചറിലാണോ വെച്ചിരുന്നത്, ചേഞ്ച് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ബാച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, പിന്നെ എക്യുപ്മെൻറ്റിൻ്റെ മെയിൻ്റനൻസ് പ്രോപ്പറാണോ, ഇങ്ങനെയൊക്കെയുള്ള ഇത് നോക്കിയിട്ട് വീണ്ടും റീറൺ ചെയ്ത് കറക്റ്റ് ആവണമെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ എക്യുപ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി നെക്സ്റ്റ് റൂൾ വരുന്നത് R4S റൂൾ എന്ന് പറയും. R4S റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു റിജക്ഷൻ ചെയ്യേണ്ട റൂളാണ്. ഇവിടെ 2 മെഷർമെൻറ്റ് ഇൻ ദ സെയിം റൺ ഹാവ് എ 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിഫറൻസ് സച്ച് ആസ് 1 exceeding plus 2SD above the mean, another exceeding 2 minus 2SD below the mean. ഇതും ഇൻഡിക്കേറ്റ് ചെയ്യണത് ഇംപ്രിസിഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യണേ. 4RS control would indicate that one result has exceed the mean plus or minus 2SD limit and the adjacent result has exceeded the mean plus or minus 2SD limit. This is a rejection rule which is sensitive to random error. ഇത് ഒരു റിജക്ഷൻ റൂളാണ്. റാൻഡം എററാണ് കൂടുതലും ഇതിന് സാധ്യത. നേരത്തെയൊക്കെ പറഞ്ഞത് നമ്മൾ സിസ്റ്റമാറ്റിക് എറർ ആയിരിക്കാം, ഇവിടെ റാൻഡം എറർ ആവാനാണ് സാധ്യത. ഇൻ്റർപ്രിട്ടേഷനിലേക്ക് കടക്കുമ്പോൾ ദ അനലൈസർ ഈസ് ഔട്ട് ഓഫ് കൺട്രോൾ, പേഷ്യൻ്റ് റിസൾട്ട് ആർ നോട്ട് അക്സെപ്റ്റബിൾ ആൻഡ് ഷുഡ് ബി റീഅനലൈസ്ഡ് ആഫ്റ്റർ കറക്റ്റീവ് ആക്ഷൻ ഹാസ് സോൾവ് ദ പ്രോബ്ലം. ഇവിടെ എക്സസീവ് റാൻഡം എറർ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ പ്രോബ്ലം എന്താണെന്ന് റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടേ ആ എക്യുപ്മെൻറ്റിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നേരത്തെ പോലെ തന്നെ കറക്റ്റീവ് ആക്ഷൻ പറയുമ്പോൾ റീറൺ ദ ക്വാളിറ്റി കൺട്രോൾ ലെവൽ ദാറ്റ് ഈസ് ഇൻ ക്വസ്റ്റ്യൻ, എംഫസൈസിങ് പ്രോപ്പർ ടെക്നിക്. ഇഫ് ദ റിപ്പീറ്റഡ് ലെവൽ ഈസ് വിത്തിൻ പ്ലസ് ഓർ മൈനസ് 2SD റേഞ്ച് then the problem can be attributed to random error. If the repeated level exceed the plus or minus 2SD range, then further corrective action should be conducted. ഈ പ്ലസ് ഓർ മൈനസ് 2SDയുടെ വിത്തിൻ റേഞ്ചിലാണെങ്കിൽ റാൻഡം എററാന്ന് നമുക്ക് പറയാം. പക്ഷെ അതിനെ എക്സീഡ് ചെയ്യുന്നുണ്ട്, ഈ പ്രോപ്പർ ടെക്നിക്കെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് കറക്റ്റീവ് ആക്ഷൻ തന്നെ എടുത്തിരിക്കണം. പ്രോബബിൾ കോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംപ്രോപ്പർ ടെക്നിക്കായിരിക്കാം, ക്വാളിറ്റി കൺട്രോൾ ബാച്ച് ചേഞ്ച് ചെയ്തിട്ടായിരിക്കാം, ഇനാഡിക്വേറ്റ് മെയിൻ്റനൻസ് ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കാം, ഇംപ്രോപ്പർ സ്റ്റോറേജ് ടെമ്പറേച്ചർ ഒക്കെ ആയിരിക്കാം, ആ മെറ്റീരിയൽ സൂക്ഷിച്ചിരുന്ന ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് കൊണ്ടായിരിക്കാം. ഇനി അടുത്തതും ഒരു റിജക്ഷൻ റൂൾ തന്നെയാണ് 4-1S റൂൾ. 4-1S റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ 4 consecutive control result have exceeded the same mean plus or minus 1SD limit. ഒരു ഒറ്റ വാല്യൂ 1SDനെ എക്സീഡ് ചെയ്ത പ്രശ്നമില്ല, പക്ഷേ ഒരു 4 വാല്യൂസും എക്സീഡ് ചെയ്യാണ്. ഇത് റിജക്ഷൻ റൂളാണ് വിച്ച് ഈസ് സെൻസിറ്റീവ് ടു സിസ്റ്റമാറ്റിക് എറർ. അത് കാണിക്കുന്നത് ഇത് സിസ്റ്റമാറ്റിക് എററിന് സെൻസിറ്റീവ് ആണെന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഔട്ട് ഓഫ് കൺട്രോൾ ആണ് എക്യുപ്മെൻറ്റ്. ദിസ് മേ ബി ആൻ ഏർലി ഇൻഡിക്കേറ്റർ ഫോർ എ ഷിഫ്റ്റ് ഇൻ ദ മീൻ വാല്യൂ. പേഷ്യൻ്റ് റിസൾട്ട് ആർ നോട്ട് അക്സെപ്റ്റബിൾ ആൻഡ് ഷുഡ് ബി റീഅനലൈസ്ഡ് ആഫ്റ്റർ കറക്റ്റീവ് ആക്ഷൻ ഹാസ് സോൾവ് ദ പ്രോബ്ലം. ഇവിടെയും നമുക്ക് റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കറക്റ്റീവ് ആക്ഷൻ എടുത്തിട്ട് റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംപ്രോപ്പർ ടെക്നിക്ക് വെൻ ഹാൻഡ്ലിങ് ദ ക്വാളിറ്റി കൺട്രോൾ, അതൊക്കെ ആയിരിക്കാം. പ്രോബബിൾ കോസസ് ഇതൊക്കെ ആയിരിക്കാം. ഇംപ്രോപ്പർ ടെക്നിക്ക് ആയിരിക്കാം, ഇംപ്രോപ്പർ സ്റ്റോറേജ് ടെമ്പറേച്ചർ ആയിരിക്കാം, ചേഞ്ച് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ബാച്ച്, ഇനാഡിക്വേറ്റ് മെയിൻ്റനൻസ് ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ ഏത് പ്രോബ്ലം വന്നാലും ഇതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത്. എന്ത് നമ്മൾ പ്രോപ്പർ ടെക്നിക്കാണോ ഈ ക്വാളിറ്റി കൺട്രോൾ മെറ്റീരിയലിനെ ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിച്ചത്, സ്റ്റോറേജ് ടെമ്പറേച്ചർ പ്രോപ്പർ ആയിരുന്നോ, ബാച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ നോക്കണം. ഇനി അടുത്ത റിജക്ഷൻ റൂളാണ് 10x റൂള്. ഇവിടെ 10 കോൺസിക്യൂട്ടീവ് മെഷർമെൻറ്റ്സ് ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ മീൻ. ദിസ് ഈസ് എ റിജക്ഷൻ റൂൾ വിച്ച് ഈസ് സെൻസിറ്റീവ് ടു സിസ്റ്റമാറ്റിക് എറേഴ്സ്. അപ്പോൾ ഇവിടെ 10 വാല്യൂസും എന്താ പറയണേ ഒരേപോലെ തന്നെ കോൺസിക്യൂട്ടീവ് മെഷർമെൻറ്റിൽ സെയിം സൈഡ് ഓഫ് ദ മീൻ 10 വാല്യൂസും മീനിലല്ലാതെ ഇങ്ങനെ ചിതറിക്കിടക്കണം.
ദ അനലൈസർ ഈ കേസിൽ അനലൈസർ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. പേഷ്യൻ്റ് റിസൾട്ട് ആർ നോട്ട് അക്സെപ്റ്റബിൾ ആൻഡ് ഷുഡ് ബി റീഅനലൈസ്ഡ് ആഫ്റ്റർ കറക്റ്റീവ് ആക്ഷൻ ഹാസ് സോൾവ് ദ പ്രോബ്ലം. ഇവിടെയും നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഇതും സിസ്റ്റമാറ്റിക് എററാന്ന് പറഞ്ഞു, റാൻഡം എറർ അല്ല, ഒരു സിസ്റ്റമാറ്റിക് എററാണ്. ഈ കേസിൽ ഈ സിസ്റ്റമാറ്റിക് എററിന് കറക്റ്റീവ് ആക്ഷൻ നമുക്ക് എടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നോക്കാം, ടെക്നിക്ക് നമ്മൾ ഉപയോഗിച്ച ടെക്നിക്ക് പ്രോപ്പർ ടെക്നിക്ക് ആയിരുന്നോ വൈൽ ഹാൻഡ്ലിംഗ് ദ ക്വാളിറ്റി കൺട്രോൾ സ്പെസിമെൻ. ദെൻ ഇംപ്രോപ്പർ സ്റ്റോറേജ് ടെമ്പറേച്ചർ, correction of the quality control result, change the quality control batch, inadequate maintenance of the instrument. ഈ കാര്യങ്ങൾ വീണ്ടും നമ്മൾ ഈ കേസിലും ചെക്ക് ചെയ്യണം. അപ്പോൾ ഏതൊരു ക്വാളിറ്റി കൺട്രോൾ വാല്യൂ ഔട്ടായാലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ്. താങ്ക് യു.